Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices under Kerala University. Okay. In previous lectures, we were discussing about modes of recovery of tax, and we studied about 4 modes of recovery. And in this lecture, we are going to study another 2 modes of recovery. Okay, and the 5th mode of recovery is recovery of penalties, fine, interest and other sums, which comes under section 229 of Income Tax Act 1961. And this section provides that any such sum payable under the provisions of this act shall be recovered in the same manner as provided for the recovery of arrears of income tax. നമ്മൾ മോഡ്സ് ഓഫ് റിക്കവറി തുടങ്ങിയ ടൈമിൽ പറഞ്ഞിരുന്നു അരിയേഴ്സ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫൈൻ ഓർ എനി അതർ സം പേബിൾ, ഇതിലേത് ആകാം എന്തായിട്ടുള്ളത്, പേബിൾ ആയിട്ടുള്ളത് ബൈ ദി അസസി. ഓക്കെ, ആൻഡ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് അരിയേഴ്സ് ഓഫ് ടാക്സ് അല്ല, പെനാൽറ്റീസ്, ഫൈൻ, ഇൻട്രസ്റ്റ് ആൻഡ് അതർ സംസ്. ഓക്കെ, എനി സച്ച് സം പേബിൾ, ആൻഡ് here the sum represents penalties, fine, interest and other sums. Okay, which becomes payable under the provisions of this act. Okay, which is the act? Income Tax Act 1961. Shall be recovered in the same manner as provided for the recovery of arrears of income tax. It means that ഈ പറഞ്ഞിരിക്കുന്ന 4 സംസിൽ ഏതെങ്കിലും പേബിൾ ആയിട്ട് വരുന്നു അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961, അങ്ങനെ പേബിൾ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഇൻ ദ സെയിം മാനർ. അത് റിക്കവർ ചെയ്യുന്നത് അരിയേഴ്സ് ഓഫ് ഇൻകം ടാക്സ് റിക്കവർ ചെയ്യുന്ന സെയിം മാനറിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ 6th മോഡ് ഓഫ് റിക്കവറി ഈസ് റിക്കവറി ബൈ സ്യൂട്ട് ഓർ അണ്ടർ അതർ ലോ, which comes under section 232 of Income Tax Act 1961. If there be any other law for the time being in force relating to the recovery of debts due to the government, such law may be applied for recovery of the sum in arrears. അതായത് ഈ റിക്കവറി നടത്തേണ്ടുന്ന ടൈമിൽ ഇഫ് ദർ ബി എനി അതർ ലോ ബീയിങ് ഇൻ ഫോഴ്സ്, എന്തെങ്കിലും മറ്റൊരു നിയമം അവിടെ നിലവിലുണ്ട് ഫോർ ദ റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ദ ഗവൺമെൻറ്. ഓക്കെ, ഓൾറെഡി ഈ ഒരു ആക്ട് നിലവിൽ നിൽക്കുന്ന, അതായത് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ മറ്റേതെങ്കിലും ഒരു ലോ ഫോർ ദ പർപ്പസ് ഓഫ് റിക്കവറി ഓഫ് ഡെറ്റ്സ് ഡ്യൂ ടു ദ ഗവൺമെൻറ് അതിനായിട്ട് നിലവിലുണ്ടെങ്കിൽ സച്ച് ലോ മേ ബി അപ്ലൈഡ് ഫോർ റിക്കവറി ഓഫ് ദ സം ഇൻ അരിയേഴ്സ്, ദെൻ ദാറ്റ് ലോ ക്യാൻ ബി അപ്ലൈഡ്. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ലോ അപ്ലൈ ചെയ്ത് അരിയേഴ്സിലുള്ള സം റിക്കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഫർദർ ദ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് ഫോർ ദ റിക്കവറി ഓഫ് ദ അരിയേഴ്സ് ഡ്യൂ ഫ്രം ദി അസസി. ദെൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, അതിനുശേഷം ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ്, ഗവൺമെൻറ്റിന് സ്യൂട്ട് ഫയൽ ചെയ്യാം ഫോർ ദ റിക്കവറി ഓഫ് ദ അരിയേഴ്സ് ഡ്യൂ ഫ്രം ദി അസസി. Okay, further the government has the right for what? To institute a suit for the recovery of the arrears due from the assessee. അസസിയിൽ നിന്നും ഡ്യൂ ആയിട്ടുള്ള അരിയേഴ്സിൻ്റെ റിക്കവറിക്കായിട്ട് ഗവൺമെൻറ്റിന് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. ദിസ് റൈറ്റ് is in addition to the right of applying any mode of recovery under the Income Tax Act. ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ ഏതൊക്കെ മോഡ്സ് ഓഫ് റിക്കവറിക്ക് റൈറ്റ് ഉണ്ടോ അതുകൂടാതെ ആസ് ആൻ അഡീഷൻ ടു ദാറ്റ് റൈറ്റ്സ്, അതിനൊരു അഡീഷനായിട്ടാണ് ഈ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ,
Okay, with this lecture we are concluding modes of recovery. It is a very important portion in the first chapter. Thank you.